ഒന്നോട് ചോദിക്കട്ടെ, എന്നെ എവിടെയായിരുന്നു ചേട്ടാ? മീനങ്ങ് പോകണ്ടെങ്കിൽ കയറ്റി അയച്ചോ. പുതിയ ഓർഡറും വന്ന് കാശും വന്നു. ഓ അങ്ങനെ മുത്തലക്ഷ്മി മീനൊക്കെ എന്ത് ചെയ്ത്? മുത്തലക്ഷ്മിയുടെ കാല് കഴുകി നീ വണങ്ങണം. അയ്യോ ഒന്ന് കൊണ്ടുവരാറുന്നില്ലേ? കാലും കെടുത്തിട്ട് വരായിരുന്നല്ലോ. നാട്ടിലെ വേറെ പെണ്ണുങ്ങളുണ്ട് നല്ല കൈപ്പുണ്യമുള്ള കേട്ടോ. അഹങ്കാരം കാണിക്കരുത്. ഞാൻ അഹങ്കാരമല്ലല്ലോ കാണിച്ചത്. കൊള്ളൂല്ലാത്ത സാധനം തിന്നണ്ടെന്ന് പറഞ്ഞു. അതിലെവിടെയാണ് തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങൾക്കല്ലേ കൊള്ളൂല്ലാതെ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചവർക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ മോളെ ഇനി വാ ഇങ്ങനെയുണ്ട്. മടുക്ക പോലും ചെയ്യും. രാവിലെ വെള്ളം ഊർന്ന് മീൻകറി എന്ന് പറഞ്ഞ പുളിയിട്ട് കൊടംപുളി ഇട്ടിട്ടുള്ള മീൻകറി. പിന്നെ എല്ലാ മീനും കൊടംപുളിയിട്ട് തന്നെ വെക്കണം. അല്ലാതെ കൊടംപുളിയിട്ടോ മീൻകറി മറ്റേ പറഞ്ഞ മുത്തലക്ഷ്മി മാത്രമൊന്നുമല്ല. നിറവ് വേണോടി. മനസ്സ് നല്ല മനസ്സോടെ അത് വേവിക്കണം. പിന്നെ മീൻ പൊരിച്ചത് എന്താ പച്ചവെള്ളത്തിലിട്ടായിരിക്കും പച്ചവെള്ളത്തിലിട്ട് തന്നെ പൊരിക്കണം. നിങ്ങളിവിടെ അങ്ങനെ തന്നെ പൊരിക്കണേ നമുക്കറിയാം. അതിൻ്റെ ഇത് കാണാനുണ്ട്. നിങ്ങൾ എത്ര നാളും പട്ടിണി കണക്കുമായിരുന്നു? എൻ്റെ തങ്കം, നല്ല ആഹാരം ഞാൻ ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ കഴിച്ചത്. ഒരു സ്ത്രീ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന അതിന് ശേഷം ഞാൻ കഴിക്കണത് ഇന്നാണ്. ഒരു നല്ല ഫുഡായിരുന്നു. ഒരു കാര്യം ചെയ്യ, ഇനി മുതൽ രാവിലെ ഉച്ചക്ക് രാത്രി എല്ലാ ഭക്ഷണം മുത്തലക്ഷ്മിയുടെ അടുത്ത് നിന്നാക്ക്. ഇനി മുതലല്ല, നാളെ മുതൽ. നാളെ രാവിലെ മുതൽ ഞാൻ അങ്ങോട്ട് ആക്കാൻ പോവാ. നടരാജനെ വിളിച്ചിട്ടുണ്ട്. നേതാവ് നമുക്ക് ഇവിടെ തന്നെ കൂടാണ്. എന്താ പ്രശ്നം? പിന്നെ വേറൊരു കാര്യമുണ്ട് തക്കളി മോളെ, എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് മാത്രമേ ഇത് ബാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ. അത് മിക്കവാറും അതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ തട്ടി പോണ്ടതാ. പക്ഷെ മനുഷ്യന്മാർക്കാണ് ഈ അഹങ്കാരം കൂടുതലുള്ളത്. അഹങ്കാരമൊക്കെ ആവാം. ഞങ്ങൾ കുറച്ച് പാവം മൃഗങ്ങളെ സന്തോഷത്തോടെ കഴിച്ചു. മുഖമൊക്കെ ഇച്ചിരി വീങ്ങിയിട്ടുണ്ട്. വീങ്ങും. അതെന്താ നല്ല രീതിയിൽ ഭക്ഷണം ചെന്നതിന്റെ ആ ഒരു ഉണർവാണ് നല്ല ഭക്ഷണത്തിന്റെ. നീ ആരെ തോപ്പിക്കാനാണ്? എവിടെന്നെങ്കിലും കേട്ട എന്തെങ്കിലും ഒരു അറിവ് കൊണ്ട് ഉടനെ അങ്ങ് വലിയ ആളാവുകയാണ്. ബാക്കി എല്ലാ ആൾക്കാരെല്ലാം പൊട്ടന്മാര്. പിന്നെ ക്ലീറ്റോ മാത്രം എല്ലാം തികഞ്ഞ് എല്ലാം അറിയാവുന്ന. നീ പറയല്ലേ, നീ ഇതൊക്കെ വിഷം എന്ന് പറയണേ. നീ അടുക്കളയിൽ ഉപയോഗിക്കണ ഉപ്പിലെന്താ വിഷമില്ലേ? നിനക്കറിയാമോ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കണെന്ന്? കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പ് ഉണ്ടാക്കണത്. ആ കടൽ വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചേരണമെന്ന് അറിയാമോ? പിന്നെ ഇത് വൃത്തിയാക്കണമെന്ന് പറയണല്ലേ. ആര് കണ്ടത് വൃത്തിയാക്കണം? അങ്ങ് മാരി തട്ടുകണത്. അത് കുഴപ്പമില്ല. പിന്നെ പച്ചക്കറിയിൽ വിഷമേ ഇല്ല. എന്നിട്ടാണ് ഒരു മീൻ മാറ്റുള്ളത്. ഇതൊക്കെ ചൂണ്ടയ്ക്ക് പിടിക്കണ മീനാണ്, നല്ല ഫ്രഷ് മീൻ. അതുകൊണ്ട് മാത്രമാണ് ഹുസൈൻ എനിക്ക് തന്നത്. നിങ്ങൾക്ക് വിധിയില്ല, അത്രേ ഉള്ളൂ. നല്ലത് തിന്നാനുള്ള വിധിയില്ല. എൻ്റെ പൊന്നുമോളെ, നിനക്ക് എന്ന് ഇവിടെ നിന്ന് നിൻ്റെ അമ്മ ഉണ്ടാക്കണ ചപ്പും ചവറും തിന്നാൻ തന്നെയാണ് വിധി. നാളെ മുതൽ വന്നാൽ മുത്തലക്ഷ്മിയുടെ കൂടെ അവിടെ നിന്ന് നല്ല ആഹാരമൊക്കെ കഴിക്കാം. എന്ത് പറയുന്നത്, അടുക്കള ഇവിടെ പൂട്ടാം. നമുക്ക് ഗ്യാസും ലാഭം. ഈ കസേര ഇവിടെ വഴി കൊണ്ടിട്ട് മനുഷ്യന്റെ കാല് പോയി.